മാലിന്യം തള്ളാനെത്തിയ വാഹനത്തിന് പണി കിട്ടി. വാഹനം കേടായതോടെ നാട്ടുകാർ പിടികൂടി. കളമശ്ശേരി നഗരസഭ 12-ാം വാർഡിൽ തോഷിബയ്ക്ക് സമീപമാണ് ഇന്ന് പുലർച്ചെ 3 മണിക്ക് മാലിന്യം തള്ളിയത്. തുടർന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ വാഹനം സ്റ്റാർട്ടായില്ല. ഇതോടെ മാലിന്യം തള്ളാനെത്തിയവർ വാഹനത്തിൽ തന്നെ ഇരുന്നു. ഇത് കണ്ട നാട്ടുകാർ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുകയും ചെയ്തു. പടമുകളിലുള്ള മദർ ഫർണിച്ചറിൽ നിന്നുള്ള സ്പോഞ്ച്, അപ്പോൾസറി മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത്. ഇത് നാട്ടുകാർ ഇവരെ കൊണ്ട് തന്നെ വാഹനത്തിലേക്ക് ഈ പ്രദേശത്തെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള മാലിന്യം നിരവധി കിടക്കുന്നുണ്ടെന്നും ഇവർ സ്ഥിരമായി ഇവിടെ മാലിന്യം തള്ളുന്നവരാണെന്നും നാട്ടുകാർ പറഞ്ഞു. മലപ്പുറം. ഇത് എവിടെന്നാണ് ഈ മാലിന്യം? ഇത് ഇവിടുന്ന് ഇത് ഫർണിച്ചർ കടല്ലേ, പടമുകള്, മദർ ഫർണിച്ചർ. അവരിത് വേസ്റ്റ്, അതായത് കുറെ ഫർണിച്ചർ ഉണ്ടായിരുന്നു, അത് പഴയത് ഓൾഡ്, അതെവിടെ കൊണ്ട് ഇതിപ്പോ എത്ര പ്രാവശ്യം കൊണ്ടുവന്നാണ്? ഞാൻ ഫസ്റ്റാണ്. ഇതിന്റെ മുമ്പ് ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. വേറെ ഡ്രൈവറായിരുന്നു, അവൻ പോയി. അവന് പനി, അവന്റെ കൂടെ വന്നിരുന്നു. ഇപ്പൊ 2 ആഴ്ച വർക്കിന് വന്നപ്പോ 4 ദിവസമായിട്ടുള്ള വീട്ടിൽ പോയി. എനിക്കറിയില്ല, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. അവന് ഫർണിച്ചർ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി വരലുണ്ട്. അങ്ങനെ വണ്ടി അതിൽ പോയപ്പോ കണ്ടതാണ്. അല്ലല്ല, സത്യം അല്ല സത്യം, ഞാൻ അങ്ങനെ വന്നല്ല. ഇവൻ ഇതിൽ പോയപ്പോ ഇങ്ങനെ കണ്ട് അങ്ങനെ വന്നല്ല. ഞാനിതില്ല, ഇന്നലെ പകല് ഇന്നലെ കണ്ട, അങ്ങോട്ട് പോയപ്പോ കണ്ട. വണ്ടി ഓടിക്കാതെ അങ്ങോട്ടാണ് നീ തിരിഞ്ഞ് ഇങ്ങോട്ടാണ് നോക്കണത്. ഇപ്പൊ അവരെന്താ പറയണത്? നിന്റെ മുതലാളി പറയണത് നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മുതലാളി പറഞ്ഞപ്പോ നമ്മൾ കരാറാണ്, വേസ്റ്റ് തട്ടാനെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ വന്നിട്ട് പോയി 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ ഇൻഡസ്ട്രി വർക്കാണ്. ആ വർക്ക് എടുക്കുമ്പോൾ ഇത് ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ. ഈ ഫർണിച്ചറാണ് ഞാൻ കൊണ്ടുപോകുക, നമ്മൾ വേസ്റ്റ് തട്ടാന്ന് എനിക്ക് വയ്യാറില്ല. ഈ എത്തിയുടെ റോഡ് മുതലേ ഈ പള്ളിയുടെ അവിടത്തോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ കച്ചറ ഇടുന്നത് പള്ളിക്കാരുടെയും പള്ളിയുടെ പറമ്പിൽ പോലും കച്ചറക്കാരാണ് പഠിക്കണം. ടീനാടിൻ്റെ സ്ഥലത്ത് പോലും കച്ചറക്കാരാണ്. ഈ കച്ചറയൊക്കെ ഇവിടുന്ന് മാറ്റണം, ഇവരെയൊക്കെ മാറ്റണം. ഇത് ഇവിടുന്ന് ഒഴിവാക്കണം. ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കണം. ഞങ്ങൾ മക്കൾക്കൊക്കെ ശ്വാസം പൊട്ടും പല അസുഖങ്ങളും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതിപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവന്നേക്കണമെന്ന് അറിയാമോ? ഇത് പടമോളിൽ നിന്ന് എന്തെന്നാ മദർ ഫർണിച്ചറിൽ നിന്ന് കൊണ്ടുവന്നേക്കണതാണ്. അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ നേരമില്ലാന്നാണ് പറയണേ. പുലർച്ചെ 3 മണിക്ക്. വണ്ടി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാൻ ഇതിൽ വരുമ്പോഴാണ് ഇവർ ഇവിടെ കിടക്കണം. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ 2 പേരും നല്ല ഉറക്കമാണ്. ഞാൻ ഈ വീടുകളിലൊക്കെ പോയി എല്ലാവരും വിളിച്ച് കൊണ്ടുവന്നത്. വർഷങ്ങളായിട്ട് വേസ്റ്റ് കൊണ്ടുവന്നിട്ടേക്കാണ്. അത് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് നാട്ടിൽ ശല്യം വന്നത് ഫർണിച്ചറിൻ്റെ വേസ്റ്റാണ്. അപ്പോൾസറി സർവീസ് ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് നാളുകളായിട്ട് ഇപ്പോഴും ഇവിടെ കിടക്കണതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 5-6 കെട്ട് ഇവിടെ വലുത് കൊണ്ടുവന്നിട്ട്, 6 കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AC കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വലിയ കെട്ടുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണത്. ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് നാറി ഇവിടെ കിടക്കണതാണ്. അങ്ങനെ ഇന്നപ്പോഴാണ് ഇന്ന് വെളുപ്പിന് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വണ്ടി ഇവിടെ കറക്റ്റ് പോയിന്റിൽ തന്നെ കൊണ്ടുവന്നിട്ടേക്കണം. സ്ഥിരം കൊണ്ടുവന്നിരുന്ന വണ്ടിക്കാരാണ്. അവിടെ കൊണ്ടുവന്ന് ഇട്ട് വണ്ടി കയറാൻ പറ്റാതെ വന്ന് അവിടെ കറങ്ങി കളിക്കണേന്. അങ്ങനെ വന്നപ്പോഴാണ് നാട്ടുകാർ കണ്ടത്. അവിടെ വണ്ടി പിടിച്ചിട്ടേക്കാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി അതിനനുസരിച്ച് നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഹിന്ദിക്കാർ ഇവിടെ താമസിക്കണ ഈ ഹിന്ദിക്കാർ പല സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് വേസ്റ്റ് കൂട്ടിയിടുന്നുണ്ട്. അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങൾ ഇതേപോലെ കോൺട്രാക്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടണേന്. നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AK നിഷാദ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, കൗൺസിലർ ബഷീർ അയ്യമ്പ്രാത്ത, മുൻ കൗൺസിലർ VS അബൂബക്കർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ചെയ്തു. മാലിന്യം തള്ളിയവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.